മഹാകുരിശരണം. ഇപ്പോൾ സമയം 7:45. ഇപ്പോൾ ചന്ദ്രലിംഗം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനി കുബേരലിംഗമാണ്. അപ്പം മൈക്കില്ല, ഞാൻ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുക. എന്തോരം കേൾക്കാൻ പറ്റും എന്നെനിക്കറിയില്ല, ക്ഷമിക്കുക. മൈക്കിൻ്റെ ആ താഴത്തുള്ള കണക്ടർ എവിടെയോ വീണു പോയെന്ന് തോന്നുന്നു. നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. കാര്യം വേറൊരു ഇതായിരുന്നു. ഇപ്പോൾ ചന്ദ്രലിംഗം അവിടെ ആ കാണുന്നതാണ്, ആ ഭാഗത്ത് കാണുന്നതാണ് ചന്ദ്രലിംഗം. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുക. മുന്നോട്ടിപ്പോൾ ഇനി കുബേരലിംഗത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. സമ്പത്തിൻ്റെ അധിപതി കുബേരൻ. ഈ എന്താണ്, പുരോഗമനം ഉണ്ടാകണമെങ്കിൽ സമ്പത്തുണ്ടാകണം. പണ്ടത്തെ കാലത്ത് സമ്പത്തെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ആ കാർഷിക ധാതുക്കളൊക്കെ ആയിരുന്നു. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ധാതുക്കളാണ് സമ്പത്ത്. ഇപ്പോഴും അതെ, അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. 3 പേരാണ് ഇവിടെ സ്കൂട്ടറിൽ. അതുകൂടാണ്ട് കീ എന്ന് പറഞ്ഞൊരു ശ്രുതിമധുരമായിട്ടുള്ള ശബ്ദങ്ങൾ. റോങ് സൈഡ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കലാപരിപാടിയാണ്. ആയുർവേദം. അത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് റൂമിൽ പോകുമ്പോൾ മാങ്ങ വാങ്ങിച്ച് പോകണമെന്ന് വിചാരിക്കുന്നു. പച്ചമാങ്ങ 30 രൂപ 40 രൂപ മറ്റുമാണ്. വിജയ് ബാലാജി മകൾ AC കാർ പാർക്കിംഗ്, ഔട്ട്ഡോർ ബഫറ്റ്, AC റൂംസ്, പാർട്ടി ഹാൾ. AC റൂംസ് എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജും നോണും എല്ലാം ഉണ്ട്. ഇപ്പോൾ ക്ഷേത്ര നഗരമാണെങ്കിലും ആകട്ടെ, ഇവിടെ ആകട്ടെ, പഴനി ആകട്ടെ, എല്ലായിടത്തും ആ ഒരു ആഹാരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക മനുഷ്യൻ. വിശപ്പിന് ആഹാരം കഴിക്കുക. തീർത്ഥാടന കേന്ദ്രങ്ങളിലെങ്കിലും ഇതാണ് നല്ലത്. ഇത് ലോപമത അഗസ്ത്യർ ഇതാണ് വെങ്കട അഭിരാമലിംഗം കേട്ടോ. ഇവിടെ അഗസ്ത്യ വിജയ കേന്ദ്രാലയ ഇന്നലെ കാണിക്കുകയാണ്. എന്തോ കാര്യങ്ങളുണ്ട് അവിടെ. മുന്നോട്ട് പോകുന്നു. റോങ് സൈഡിൽ ഫുട്പാത്തിലൂടെയാണ് വണ്ടി കൊണ്ടുവരുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളെല്ലാവരും വിരിവലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എടുക്കുന്നതുകൊണ്ട് പലരും നോക്കുന്നുണ്ട്. കൗതുകകരമായിട്ട് ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് എന്താണ് പറയുന്നത്, അത് പിടിച്ചുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. കയ്യിലല്ല മൊബൈൽ പിടിക്കണം, സ്റ്റിക്കിൽ ഇത് ചെയ്തിട്ടാണ് പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് കൗതുകമാണ്. പക്ഷേ ആ രമണാശ്രമത്തിൽ എത്തുന്ന സമയത്തൊരു ഓട്ടോറിക്ഷ ചേട്ടന് മാത്രം ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പോടാ എന്ന് പറയണ്ടായി. നമ്മൾ റോട്ടിൽ കൂടി നടക്കുന്നു. എന്താണ് കാര്യം എന്ന് പറയും. ഏതോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പറഞ്ഞത് തിരിച്ച് പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ കാർമ്മിക് കുറയട്ടെ. വളരെയധികം പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്ന എല്ലാവരുടെയും ഈ അഗ്നി സ്വരൂപമായ അരുണാചലം ഇത് പ്രദർശനം ചെയ്യുമ്പോൾ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കാർമ്മികം സ്വർണം അഗ്നിസ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുന്ന പോലെ എല്ലാവരുടെയും അവർ കാർമ്മികം ശുദ്ധി ചെയ്യപ്പെട്ട് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ, കാരണ ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ ജീവിക്കട്ടെ. പുത്രപൗത്രാദി സൗഭാഗ്യങ്ങളോടെ ജീവിക്കട്ടെ. സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, പോസിറ്റീവായ ആഗ്രഹങ്ങളെല്ലാം കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാം വ്യക്തിപരമായിട്ട് എല്ലാ ആഗ്രഹങ്ങളും നന്മകളും ഈ ജഗദീശ്വരൻ 30 മുക്കോടി ദേവതകൾ
ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾ, പരമാത്മസ്വരൂപം, പരാശക്തി ചൈതന്യമൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഇങ്ങനെ നടക്കുകയാണ്. കുബേരലിംഗത്തേടിയുള്ള നടപ്പാണ്. രാവണൻ്റെ ജ്യേഷ്ഠനാണ് കുബേരൻ എന്ന് പറയുന്നത്. എല്ലാ ദേവന്മാർക്കും സാമ്പത്തിക സഹായം നൽകുന്നത് അത് കുബേരനാണെന്ന് പറയുന്നു. സമ്പത്തിൻ്റെ ദേവത ലക്ഷ്മിയാണെങ്കിൽ തന്നെയും അത് കൈകാര്യം ചെയ്യുന്നത് കുബേരനാണ് കേട്ടോ. അതുണ്ട്. നമുക്കിപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടെങ്കിലും റിസർവ് ബാങ്ക് കൈകാര്യം ചെയ്യുന്ന പോലെ ആകാം. പ്രപഞ്ചത്തിൻ്റെ ഇതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഇത് നമുക്കിതറിയാം. പക്ഷേ അന്യഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരുടെ രീതി എന്താണ് അറിയില്ല. നമ്മൾ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അല്ലേ, മറ്റ് ഗ്രഹങ്ങളിൽ നമ്മളെക്കുറിച്ച് അതേകം ജീവചൈതന്യങ്ങളുണ്ടെന്ന്. അവർ ഈ ഭൂമിയിൽ പഞ്ചഭൂതാത്മകമായിട്ട് ഈ ഒരു ശരീരം നമുക്ക് ലഭിച്ചപ്പോൾ അവിടുത്തെ ഭൂതതത്വങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം അറിയാം, സൂര്യന് കീഴിലുള്ള എല്ലാം മനുഷ്യനറിയാം എന്നുള്ള ചിന്തയിലാണ് മനുഷ്യനുള്ളത്. അല്ലേ, ഇവിടെ ഈ അരുണാചലേശ്വരൻ്റെ ഇങ്ങനെ കൂടി നടക്കുമ്പോൾ ഇങ്ങനത്തെ തത്വചിന്തകളൊക്കെ മനസ്സിൽ വരുന്നു. എങ്കിൽ തന്നെയും നമ്മളാരാണ് എന്താണെന്നറിയില്ല. എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു ഞാൻ എന്നറിയില്ലെങ്കിൽ തന്നെയും, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മതലം ഈ ശരീരത്തിൽ നിൽക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകണമെന്ന് അരുണാചലേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കുബേരലിംഗത്തിലേക്ക് എത്തുന്നു. ഇവിടെ ബോർഡുണ്ട്, കുട്ടികൾ കളിക്കുന്നു. കുബേരലിംഗം ശ്രീലങ്കൻ റെഫ്യൂജി ക്യാമ്പിൻ്റെ അവിടെയാണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാം. കുബേരലിംഗം കഴിയുമ്പോൾ 11 കിലോമീറ്റർ. കേട്ടോ, ശ്രീലങ്കൻ റെഫ്യൂജി ക്യാമ്പ് ഈ ഭാഗത്തെങ്ങാണ്ടമാണ്. ഇതാണ്. ഓക്കെ, നമുക്ക് നടക്കാം. അപ്പോൾ സമയം എത്രയായി, മിനിറ്റ് എത്രയായി? 7 മിനിറ്റ് ആകുന്നു. കുറച്ചുകൂടി നടന്നിട്ട് ഞാനിത് വീഡിയോ നിർത്തി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി തന്നെ കഴിയുന്നത്ര, ഇന്നും നാളെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ, സൽസന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ, കുടുംബ ബന്ധങ്ങളിൽ ഐക്യമത്യം, സമാധാനം, സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു, ഓൾ വിഷ് യു ഓൾ എ ഹാപ്പി ഹെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി.